ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു മ്യൂട്ടഡ് ഓപ്പണിങ്ങും വൊളാറ്റിലിറ്റിയാണ്. ഇന്നലെയും അത്തരത്തിലൊരു ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം നല്ല രീതിയിലുള്ള മുന്നേറ്റമാണ് നമ്മുടെ മാർക്കറ്റിൽ കണ്ടത്. ഇന്നലെ ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് മാർക്കറ്റുകൾ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതേസമയം ചൈനീസ് മാർക്കറ്റുകൾ മൾട്ടി ഇയർ ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബ്രോഡ് ബേസ്ഡ് റാലി ആയിരുന്നു ഇന്നലെ ചൈനയിൽ കണ്ടത്. അത്തരത്തിലുള്ള റാലി കണ്ടിന്യൂ ചെയ്യുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഹോങ്കോങ് ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിൽ ജാപ്പനീസ് മാർക്കറ്റുകൾ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അതേസമയം മറ്റ് മാർക്കറ്റുകളെല്ലാം തന്നെ ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകളിൽ ഡൗ ജോൺസ് ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ്. S&P നാസ്ഡാക്ക് സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ വളരെ ലോവർ ലെവലിൽ നിന്ന് ഇന്നലെ റിക്കവറി നടത്തിയിട്ടുണ്ട്. അതേസമയം അമേരിക്കൻ ഇൻഡെക്സ് ഫ്യൂച്ചറുകൾ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ് ഇന്നും ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ US ഫെഡിൻ്റെ മിനിറ്റ്സ് പബ്ലിഷ് ചെയ്തിരുന്നു. കഴിഞ്ഞ മീറ്റിങ്ങിലെ മെജോറിറ്റി മെമ്പേഴ്സും ഇൻഫ്ലേഷൻ കൺസേൺ തന്നെയാണ് പങ്കുവച്ചിരിക്കുന്നത്. താരിഫ് കൂട്ടുമ്പോൾ ഇൻഫ്ലേഷൻ കൂടും. അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ US ഫെഡ് അടുത്ത മീറ്റിങ്ങിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ള തീരുമാനം എടുക്കുമോ എടുക്കില്ല എന്നുള്ളൊരു സംശയത്തിലാണ് അമേരിക്കൻ വിപണി. അതേസമയം ഇന്ന് ജാക്സൺ ഹോൾ സെൻട്രൽ ബാങ്കേഴ്സിൻ്റെ സിമ്പോസിയം ആരംഭിക്കുകയാണ്. നാളെയാണ് ജെറോം പവലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വരാൻ പോകുന്നത്. എല്ലാവരും ഉറ്റുനോക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് അമേരിക്കയിലത്തെ ഇൻട്രസ്റ്റ് റേറ്റ് സംബന്ധിച്ചുള്ളൊരു ഹിൻഡ് കിട്ടാനായിട്ട്. ഇനി നമ്മൾ മറ്റു മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ യൂറോപ്പ് മെജോറിറ്റി ഇന്നലെ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതേസമയം കമോഡിറ്റികൾ ഇന്നലെ സ്ലൈറ്റ്ലി ബെറ്റർ ആയിരുന്നു. ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്ന ആ ലെവലിൽ തന്നെയാണ് സ്പോട്ട് ഗോൾഡ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. $3,343 പെർ ഔൺസിനാണ്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്നലെയും സെല്ലേഴ്സ് ആയിരുന്നു ഇന്ത്യൻ മാർക്കറ്റിൽ. അതേസമയം നമ്മുടെ ഡൊമസ്റ്റിക് ഫണ്ടുകൾ കണ്ടിന്യൂസ് ആയിട്ട് 33ാമത്തെ ദിവസവും ബയേഴ്സാണ് ഇന്ത്യൻ മാർക്കറ്റിൽ. ഇത് തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിലെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഘടകം. അതോടൊപ്പം തന്നെ നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ധാരാളം സ്റ്റോക്ക് സ്പെസിഫിക് ന്യൂസ് ഫ്ലോസ് ഉണ്ട്. മേജറായിട്ടുള്ള ന്യൂസ് എന്ന് പറയുന്നത് റിലയൻസ് ജിയോ വീണ്ടും അവരുടെ ഒരു താരിഫ് പ്ലാൻ കട്ട് ചെയ്തിരിക്കുകയാണ്. $799 താരിഫ് പ്ലാനാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി മുതൽ $889 വരെ താരിഫ് പ്ലാൻ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. തീർച്ചയായിട്ടും പ്രോഫിറ്റബിലിറ്റി കൂട്ടാനുള്ള നീക്കങ്ങളാണ് ടെലികോം കമ്പനികളുടെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ് 2 ദിവസമായിട്ട് കാണുന്നത്. റിലയൻസിനെ സംബന്ധിച്ചും ഭാരതി എയർടെൽ, വോഡാഫോൺ ഈ കമ്പനികളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് നൽകുന്ന ന്യൂസുകൾ തന്നെയാണ്. അതോടൊപ്പം തന്നെ GST കൗൺസിൽ മീറ്റിംഗ് ഫിക്സ് ചെയ്തിരിക്കുന്നത് സെപ്റ്റംബർ 18-19 തീയതികളിലാണ്. ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ മുമ്പിൽ ഫിനാൻസ് മിനിസ്റ്റർ അവതരിപ്പിച്ചിട്ടുള്ള ഡാറ്റകൾ നോക്കുകയാണെങ്കിൽ ഹെൽത്ത് കെയർ ലൈഫ് ഇൻഷുറൻസ് പോളിസികളിൽ മേൽ ഉള്ള GST ഫുള്ളി എക്സംപ്റ്റഡ് ആക്കുന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. വളരെ പോസിറ്റീവ് ന്യൂസാണ് ഹെൽത്ത് ഇൻഷുറൻസ് ലൈഫ് ഇൻഷുറൻസ് കമ്പനികളെ സംബന്ധിച്ച്. ജൂപ്പിറ്റർ വാഗൻസ് ലിമിറ്റഡ് $215 കോടി ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. വന്ദേ ഭാരത് വീൽ സെറ്റിന് വേണ്ടിയുള്ള ഓർഡറാണ്. റെയിൽ ടെല്ല് $15.42 കോടി ഓർഡർ ഒഡീസയിൽ നിന്നും, അതുപോലെ തന്നെ $34.99 കോടി ഓർഡർ കേരളത്തിൽ നിന്നും ബാഗ് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് ന്യൂസ് ഫ്ലോസുള്ള മറ്റ് കമ്പനികൾ ഇന്നോവ, ക്യാപ്ടാബ്, ടെക് മഹീന്ദ്രയൊക്കെയാണ്. അതോടൊപ്പം തന്നെ പ്രോസ്റ്റാം ഇൻഫോ സിസ്റ്റംസ് ലോവസ്റ്റ് ബിഡറാണ്. 150 മെഗാവാട്ട് സ്റ്റാൻഡ് അലോൺ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റത്തിന് വേണ്ടിയുള്ള ബിഡിങ്ങിൽ തീർച്ചയായിട്ടും പോസിറ്റീവ് ന്യൂസാണ്. റീസെൻ്റ്ലി ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് പ്രോസ്റ്റാം. ഉജാസ് എനർജി ബോണസ് ഡിസിഷൻ വരികയാണ് ഓഗസ്റ്റ് 26-നാണ്. അതോടൊപ്പം തന്നെ പ്രൊമോട്ടേഴ്സ് ബൈ ചെയ്യുന്ന സ്റ്റോക്കുകൾ സെങ്ക ഗോൾഡ്, ആക്ഷൻ കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ്, മാൻ ഇൻഫ്ര കൺസ്ട്രക്ഷൻസ്, ഈ 3 സ്റ്റോക്കുകളിലാണ് ഇന്നലെ പ്രൊമോട്ടേഴ്സ് ബൈ ചെയ്തിട്ടുള്ളത്. IPOs ഓൺഗോയിങ് IPOസിൻ്റെ സെക്കൻഡ് ഡേ നോക്കുകയാണെങ്കിൽ ശ്രീജി ഷിപ്പിംഗ് 6.6 ടൈംസ് ഓവർ സബ്സ്ക്രൈബഡ് ആണ്. ജെം അരോമാറ്റിക്സ് 2.9 ടൈംസ് ഓവർ സബ്സ്ക്രൈബഡ് ആണ്. അതുപോലെ തന്നെ വിക്രം സോളാർ 4.57 ടൈംസ്, പട്ടേൽ റീറ്റെയിൽ 19
1.5 ടൈംസ് ഓവർ സബ്സ്ക്രൈബ്ഡ് ആണ്. സെക്കൻഡ് പോസിറ്റീവ് ന്യൂസാണ്. ലിസ്റ്റിംഗ് ഗെയിനോട് ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ കാണുന്നത് ഈ IPOs എല്ലാം. അതോടൊപ്പം തന്നെ ഓവറോൾ നമ്മൾ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഫ്യൂച്ചേഴ്സിൻ്റെ ഓപ്ഷൻ സെഗ്മെൻറ്റ് സെൻറ്ററും ട്രെൻഡും അതുപോലെ തന്നെ മാർക്കറ്റ് ബ്രെഡ്ത്ത് നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് ബയാസാണ് ഇന്ത്യൻ മാർക്കറ്റിലുള്ളത്. നിഫ്റ്റിയും സെൻസസും വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. മൈനർ വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ടായേക്കാം. അതേസമയം നമ്മുടെ ട്രെൻഡ് GST റിഫോം മെഷർ അനൗൺസ്മെൻറ്റിന് ശേഷം വളരെ പോസിറ്റീവാണ്. നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇന്നലെ കോർ സെക്ടർ ഗ്രോത്ത് അനൗൺസ് ചെയ്തിരുന്നു. ജൂലൈ മാസത്തെ ഇൻലൈൻ വിത്ത് എക്സ്പെക്റ്റേഷൻസ് ആണ്. അതോടൊപ്പം തന്നെ ഓൺലൈൻ ഗെയിമിങ്, മണി ഉപയോഗിച്ചിട്ടുള്ള ഓൺലൈൻ ഗെയിമിങ് ഗവൺമെൻറ് ബാൻ ചെയ്തിരിക്കുകയാണ്. നസാര ടെക്നോളജീസിന് ഒരു കമ്പനിയിൽ വലിയ എക്സ്പോഷറൊക്കെ ഉണ്ട്. പക്ഷേ അവരുടെ ടോട്ടൽ റവന്യൂൻ്റെ 80% ഓവർസീസ് റവന്യൂ ആണ്. കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും തന്നെ ഇതുകൊണ്ട് ലോങ് ടേമിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അതേസമയം ധാരാളം ന്യൂ ജനറേഷൻ കമ്പനികളിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളൊരു കമ്പനിയാണ് നസാര ടെക്നോളജി. 1:1 ബോണസും റീസെൻ്റായിട്ട് അനൗൺസ് ചെയ്തിരുന്നു. ലോങ് റണ്ണിൽ ഈ കമ്പനീനെ സംബന്ധിച്ച് ഓരോ ഫാളും ലോങ് റണ്ണിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ന്യൂസ് ലോസൊക്കെ മാർക്കറ്റിലുണ്ടാവാം. അതിനനുസരിച്ചിട്ടുള്ള വൊളാറ്റിലിറ്റി ഒക്കെ അതാത് സ്റ്റോക്കുകളിൽ കണ്ടേക്കാം. വേദാന്തയുടെ ഡീമർജർ സംബന്ധിച്ച ഡിസിഷൻ NCLT മുംബൈ സെപ്റ്റംബർ 17 മാറ്റിയിരിക്കുകയാണ്. ഇനി സെപ്റ്റംബർ 17 വരെ കാത്തിരിക്കണം. ഇന്ന് വേദാന്തയുടെ സെക്കൻഡ് ഇൻ്ററിൻ ഡിവിഡൻഡ് ഡിസിഷൻ ഉണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഡിവിഡൻഡ് പേയിങ് കമ്പനിയാണ് വേദാന്ത. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് ലോസ്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. ഓവറോൾ ട്രെൻഡ് പോസിറ്റീവാണ്. നമ്മളെ സംബന്ധിച്ച് താരിഫൊന്നും വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കുറവാണ്. അതേസമയം റഷ്യ ഉക്രൈൻ വാറ് സെറ്റിലാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഓവറോൾ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് വീണ്ടും നൽകാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.